അടിയന്തരാവസ്ഥക്കാലത്തെ ഒരു പ്രയോഗമുണ്ട്, കുനിയാൻ പറഞ്ഞപ്പോൾ മുട്ടിലെറിഞ്ഞവർ എന്ന്. മാധ്യമങ്ങളെക്കുറിച്ചാണ് അത്തരം ഒരു പ്രയോഗം. ഇതിതാ അതും മാറിയിരിക്കുന്നു. ഒന്ന് തുറച്ചു നോക്കിയപ്പോൾ, ഒന്ന് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ മുട്ടിലിഴയുക മാത്രമല്ല കാൽ നക്കുന്നവരായി മാറിയിട്ടുണ്ട് മലയാളത്തിലെ ഏതാനും പേർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. സാധാരണക്കാരല്ല, സെലിബ്രിറ്റികളാണ്. എമ്പുരാൻ സിനിമ വിവാദത്തിൽ ഇപ്പോഴിതാ നടൻ മോഹൻലാൽ മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നു. ഫേസ്ബുക്ക് പോസ്റ്റാണ്. നേരത്തെ തന്നെ മാപ്പ് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് മേജർ രവി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ആ എഴുതി വെച്ച മാപ്പാണ് ഒരു 20 മിനിറ്റിന് മുമ്പ് മോഹൻലാൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. അത് ഇങ്ങനെയാണ്: ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ 2ാം ഭാഗമായ എമ്പുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു. ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 4 പതിറ്റാണ്ട് നിങ്ങളിൽ ഒരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത്. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി. അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംഘപരിവാറിന്റെ ഭീഷണിക്ക് മുന്നിൽ പേടിച്ച് വിരണ്ട് മോഹൻലാൽ പറയുകയാണ്: കഴിഞ്ഞ 4 പതിറ്റാണ്ട് നിങ്ങളിൽ ഒരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത്. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി. അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇതിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുന്നു. സിനിമയിൽ മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. ഇതുവരെയും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജ് ഇതുവരെയും അക്കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലൻ പറഞ്ഞിട്ടുണ്ട് ചില മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്, നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന്. എന്നാൽ അത് എന്ത് എന്ന് പറഞ്ഞിട്ടില്ല. ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോഴാണ് വരുന്നത് മോഹൻലാലിലൂടെ, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. നിരവധി കമന്റുകളാണ് ഇതിന് താഴെ വരുന്നത്. നിശിതമായി മോഹൻലാലിനെ വിമർശിച്ചുകൊണ്ടാണ് ഈ കമന്റുകൾ മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത് എന്നതും പ്രത്യേകതയാണ്. ഈ പോസ്റ്റ് വരുന്നതിന് ഏതാനും നിമിഷം മുമ്പ്, എന്ന് വെച്ചാൽ 10-15 മിനിറ്റുകൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും കൂടി വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പൂർണ്ണമായും എമ്പുരാന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടാണ്. മുഖ്യമന്ത്രി സിനിമ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തു വന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിന്തുണ പ്രഖ്യാപിച്ചിട്ട് പോലും കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം സംഘപരിവാർ ഒഴികെയുള്ള, അത് വളരെ ചെറിയ ഒരു ന്യൂനപക്ഷം മാത്രമേ വരുന്നുള്ളൂ, മുഴുവൻ BJP പ്രവർത്തകർ പോലും അതിന് അനുകൂലിക്കുന്നില്ല എന്നതാണ് വസ്തുത. RSSും സംഘപരിവാറിന്റെ തീവ്ര സ്വഭാവമുള്ളവരും മാത്രം ഒന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ, ഓർഗനൈസറിൽ ഒരു ലേഖനം വന്നപ്പോൾ കമിഴ്ന്ന് കിടന്ന് കാൽ നക്കുന്നവരായി മോഹൻലാലും കൂട്ടരും മാറിയതിൽ മലയാളികൾ ഖേദിക്കും. നാളെ ഈ പ്രഖ്യാപനം അല്ലെങ്കിൽ ഈ മാറ്റം കേരളത്തിന്റെ സിനിമാ ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായമായി മാറുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രി നൽകിയ പിന്തുണയുണ്ട്. ആ പോസ്റ്റ് കൂടി നമുക്കൊന്ന് നോക്കാം. അത് ഇങ്ങനെയാണ്: മലയാള സിനിമാ വ്യവസായത്തെ പുതിയ നേട്ടങ്ങളിലേക്ക് നയിക്കുന്ന എമ്പുരാൻ എന്ന ചിത്രം കാണുകയുണ്ടായി. സിനിമയ്ക്കും അതിലെ അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കുമെതിരെ വ്യാപകമായ വിദ്വേഷ പ്രചരണങ്ങൾ സംഘപരിവാർ വർഗീയത അഴിച്ചുവിടുന്ന സന്ദർഭത്തിലാണ് സിനിമ കണ്ടത്. രാജ്യം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ വംശഹത്യകളിൽ ഒന്നിനെ സിനിമയിൽ പരാമർശിക്കുന്നതാണ് അതിൻ്റെ ആസൂത്രകരായ സംഘപരിവാറിനെ രോഷാകുലരാക്കിയിരിക്കുന്നത്. അണികൾ മാത്രമല്ല, BJPയുടെയും RSSന്റെയും നേതാക്കൾ വരെ പരസ്യമായ ഭീഷണികൾ ഉയർത്തുകയാണ്. ഈ സമ്മർദ്ദത്തിൽപ്പെട്ട് സിനിമയുടെ റീസെൻസറിങ്ങിനും വെട്ടിത്തിരുത്തലുകൾക്കും നിർമ്മാതാക്കൾ നിർബന്ധിതരാകുന്നു എന്ന വാർത്തകൾ വരെ പുറത്തു വന്നിരിക്കുന്നു. സംഘപരിവാർ സൃഷ്ടിക്കുന്ന ഭീതിയുടെ ഈ അന്തരീക്ഷം ആശങ്കപ്പെടുത്തുന്നതാണ്. വർഗീയതയ്ക്കെതിരെ നിലപാടെടുത്തു എന്നതുകൊണ്ടും അതിൻ്റെ ഭീകരത ചിത്രീകരിച്ചതുകൊണ്ടും ഒരു കലാസൃഷ്ടിയെ ഇല്ലായ്മ ചെയ്യാനും കലാകാരന്മാരെ നീചമായി ആക്രമിക്കാനും വർഗീയവാദികൾക്കു സാധിക്കുന്ന അവസ്ഥ ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ജനാധിപത്യ സമൂഹത്തിൽ പൗരന്റെ ആവിഷ്കാര
വികാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. കലാസൃഷ്ടിയെയും കലാകാരനെയും നശിപ്പിക്കാനും നിരോധിക്കാനുമുള്ള അക്രമാസക്തമായ ആഹ്വാനങ്ങൾ ഫാസിസ്റ്റ് മനോഭാവത്തിന്റെ പുത്തൻ പ്രകടനങ്ങളാണ്. അത് ജനാധിപത്യ അവകാശങ്ങളുടെ ലംഘനമാണ്. സിനിമകൾ നിർമ്മിക്കാനും അവ കാണാനും ആസ്വദിക്കാനും വിലയിരുത്താനും യോജിക്കാനും വിയോജിക്കാനും ഒക്കെയുള്ള അവകാശങ്ങൾ നഷ്ടപ്പെടാതിരിക്കണം. അതിനായി ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ അടിയുറച്ച ഈ നാടിന്റെ ഒന്നിച്ചുള്ള സമരം ഉയരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതിങ്ങനെയാണ്: സിനിമകൾ നിർമ്മിക്കാനും അവ കാണാനും ആസ്വദിക്കാനും വിലയിരുത്താനും യോജിക്കാനും വിയോജിക്കാനും ഒക്കെയുള്ള അവകാശങ്ങൾ നഷ്ടപ്പെടാതിരിക്കണം. അതിനായി ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ അടിയുറച്ച ഈ നാടിന്റെ ഒന്നിച്ചുള്ള സ്വരം ഉയരണം എന്ന് പറഞ്ഞതിന്റെ തൊട്ട് പിറകെയാണ് മോഹൻലാലിന്റെ മാപ്പപേക്ഷ ഫേസ്ബുക്ക് പോസ്റ്റിൽ വരുന്നത് എന്നോർക്കണം. എന്ന് വെച്ചാൽ കേരളം ഒന്നടങ്കം പിന്തുണ പ്രഖ്യാപിക്കുന്നു എമ്പുരാന്. സംഘപരിവാറിന്റെ ഏതാനും പേരുടെ വിമർശനത്തിന്, പ്രതിഷേധത്തിന് അല്ലെങ്കിൽ വിയോജിപ്പിന് മുന്നിൽ എന്തിന് മോഹൻലാൽ ഇങ്ങനെ മുട്ടുമടക്കുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിനെ വിമർശിച്ചുകൊണ്ട് നിരവധി കമന്റുകൾ അതിന്റെ പിറകെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു കമന്റ് ഇങ്ങനെയാണ്: എന്റെ പ്രിയപ്പെട്ടവർ അമിട്ടും മോദിയുമാണോ? ഇഡിയെ പേടിക്കണം, നമ്മൾ ബെസ്റ്റ് കണ്ണ ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുകയാണ് ഒരു പോസ്റ്റിൽ. പറയാനുള്ളത് പറഞ്ഞും കാണാനുള്ളത് നമ്മൾ കണ്ടും കഴിഞ്ഞും. തിയേറ്റർ കളക്ഷൻ കുറയാൻ വേണ്ടി പ്രിന്റ് എടുത്ത് പുറത്തുവിട്ടു. ഇപ്പോൾ നോക്കുമ്പോൾ തിയേറ്ററിനുള്ളിൽ കട്ട് ചെയ്തതും പുറത്തുവിട്ട പ്രിന്റിൽ മുഴുവനും എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത കമന്റ്. സംഘമാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരാൾ കമന്റ് ഇടുന്നു. അതിനുശേഷം വരുന്ന വലിയ വലിയ കമന്റുകളുണ്ട്. അതിൽ ചെറുത് ഇങ്ങനെയാണ്: സഹതിപ്പിക്കാൻ പോലും അർഹതയില്ലാത്ത തരത്തിൽ ക്ഷമ ചോദിച്ച് സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്താൻ കാണിച്ച നിങ്ങളാണ് വലിയ നടൻ കാപഠ്യത്തിന്റെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു കമന്റ്. ലാലേട്ടനും ടീമും മരിച്ചു, നട്ടറ്റ് ഇല്ലാത്ത ടീം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു കമന്റ്. അതെന്നെ ലാലേട്ട, സംഘികളുടെ ഈടിക്ക് മുകളിലൊരു ലാലേട്ടനും ഇല്ല. അതെന്നെ ലാലേട്ട, സംഘികളുടെ ഈടിക്ക് മുകളിലൊരു ലാലേട്ടനും ഇല്ല. താങ്കൾ കുറിപ്പിനൊടുവിൽ പറഞ്ഞതുപോലെ 4 പതിറ്റാണ്ട് കാലം സിനിമയിൽ ജീവിച്ചിട്ടും ഒരു വർഗീയ രാഷ്ട്രീയത്തിന്റെ തിട്ടൂഹരങ്ങളെ ഭയന്ന് കലയുടെ രാഷ്ട്രീയത്തെ കട്ട് ചെയ്യാനെടുക്കുന്ന തീരുമാനം ദയനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു കമന്റ്. നാളെ മറ്റുള്ളവരെയും ഭയക്കേണ്ടി വരും എന്ന മറ്റൊരു കമന്റ്. സംവിധായകൻ അല്ലേ ആദ്യം മാപ്പ് പറയേണ്ടത് എന്ന ചോദ്യവും ഉയരുന്നു. എന്തിന് മോഹൻലാൽ മാപ്പ് പറഞ്ഞു എന്ന ചോദ്യമാണ് ഉയരുന്നത്. സംഘപരിവാർ രാഷ്ട്രീയം എത്രമാത്രം നമ്മളെ വിഴുങ്ങി എന്ന് ഒന്ന് ആലോചിച്ചു നോക്കിയേ. സെൻസർ ബോർഡ് സർട്ടിഫൈ ചെയ്ത പടം പോലും വെട്ടിക്കളയാൻ പോകുന്നു. നമ്മൾ എപ്പോഴും പറയും കേരളം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. നമ്മളെപ്പോലും പേടിപ്പിച്ചു നിർത്തി ഭീഷണിപ്പെടുത്തി അവർ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് നോക്കിക്കേ. ഒരു മലയാള സിനിമ പോലും നമ്മെ ഭീഷണിപ്പെടുത്തി തിരുത്താൻ മാത്രം അവർ വളർന്നു കഴിഞ്ഞു. അത് ഒട്ടും ഇൻഫ്ലുവൻസ് ഇല്ലാത്ത കേരളത്തിൽ പോലും ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കുമെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തെ അവസ്ഥ എന്താകും എന്ന ചോദ്യം ചോദിക്കുകയാണ് മറ്റൊരു കമന്റിലൂടെ. ലേലു അല്ലു അഴിച്ചുവിടൂ എന്ന് പറഞ്ഞ് ട്രോളുകയാണ് മറ്റൊരാൾ. യു മീൻ മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കമന്റ്. ലാലേട്ട ലവ് യു എന്ന് പറഞ്ഞ് മറ്റൊരു കമന്റ്. നാണമില്ലേ മിസ്റ്റർ മോഹൻലാൽ ഇങ്ങനെ ഷൂ നക്കുവാൻ? കഥ വായിച്ചു, സിനിമ കണ്ടു, ചിത്രം പുറത്തിറക്കിയിട്ട് സംഘപരിവാർ ഭീഷണി കൊണ്ട് വെട്ടിത്തിരുത്തിയ നിങ്ങൾ ഒരു ഭീരുവാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റ്. അയ്യേ, മാറ്റിയാൽ നിങ്ങളുടെ ടീമിന്റെ ഫുൾ ക്രെഡിബിലിറ്റിയും പോവും. പൃഥ്വിരാജ് സുകുമാരൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞ് പൃഥ്വിരാജ് സുകുമാരനോട് ഒരു അഭ്യർത്ഥന ഉള്ള കമന്റാണ്. കാലാപാനി എന്ന സിനിമ ഇറക്കിയപ്പോൾ ലാലേട്ടൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നില്ല. കാരണം അന്ന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നല്ലോ, ആരും ചോദ്യം ചെയ്തില്ല. ഇന്ന് നിങ്ങൾക്ക് പേടിയല്ലേ എന്ന് സർവർക്കറിനെ വല്ലാതെ മഹത്വവൽക്കരിച്ച് ഇറങ്ങിയ സിനിമയാണ്. അന്ന് അതിനെതിരെ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ഏതെങ്കിലും രംഗങ്ങൾ വെട്ടിമാറ്റണമെന്ന് അന്ന് അധികാരത്തിലുള്ള പാർട്ടി കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടിരുന്നില്ല എന്നോർക്കണം. എന്ന് വെച്ചാൽ അന്ന് ആവിഷ്കാരത്തിന് ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതുപോലും BJP സർക്കാരിന്റെ കാലത്ത് നഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ് ഈ കമന്റിലൂടെ. അങ്ങനെ നിരവധി കമന്റുകളാണ്. കമന്റുകളിൽ ബഹുഭൂരിഭാഗവും മോഹൻലാലിനെതിരെയും സംഘപരിവാറിന് എതിരെയുമാണ് എന്നോർക്കണം. എന്ന് വെച്ചാൽ കേരളം ചിന്തിക്കുന്നത്, കേരളം ആഗ്രഹിക്കുന്നത് അല്ല എമ്പുരാൻ ടീം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് മോഹൻലാലിന്റെ ഈ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ. അതോടൊപ്പം തന്നെ മോഹൻലാലിന്റെ പോസ്റ്റ് ഇടുന്നതിന് ഏകദേശം ഒരു 15-20 മിനിറ്റ് മുമ്പാണ് എമ്പുരാൻ ടീമിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി രംഗത്ത് വന്നത് എന്നുകൂടി ഓർക്കണം. എന്നിട്ടും ഈ മാറ്റം വരുത്തിയത് എന്തിന് എന്ന ചോദ്യമാണ് കേരളം എമ്പുരാൻ ടീമിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഇന്നത്തെ ചോദ്യം മാത്രമല്ല, നാളത്തെയും ചോദ്യമാണ്. അത് വെറും ഒരു എമ്പുരാനെതിരെയുള്ള ചോദ്യമല്ല, അത് മലയാള സിനിമയ്ക്ക് ഇടയിൽ ഉയർന്നു വരേണ്ട വലിയ ചോദ്യമാണ്. ഉത്തരം അടുത്ത തലമുറ പറയട്ടെ.
നമസ്കാരം.